തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിനെതിരെ പദ്ധതി വീതം വെട്ടിക്കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കുറച്ചതിനെതിരെ UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ പദയാത്രയാണ് നടക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന വിഹിതം സംസ്ഥാന ഗവൺമെൻറ് വെട്ടിക്കുറയ്ക്കുകയും മറ്റ് നിരവധിയായ നിർബന്ധിത പദ്ധതികൾ പഞ്ചായത്തിനെ കൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ പ്രാദേശിക വികസനം നിലയ്ക്കുന്ന അവസ്ഥയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ടില്ലാതെ വരുമ്പോൾ നാടുകളിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയാണ്. 100 മീറ്റർ വഴി കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം 5 ലക്ഷം രൂപ ചെലവ് വരുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർമാർക്ക് ആകെ ഒരു വർഷം കിട്ടുന്നത് 5 ലക്ഷം രൂപയാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടു ഒടിച്ചിരിക്കുകയാണ്. യാതൊരുവിധ വികസന പ്രവർത്തനം നടത്താതെ പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം അവകാശങ്ങൾ നിലച്ച മട്ടിലാണ് ഇന്ന് കേരളത്തിലെ പഞ്ചായത്തുകളുടെ അവസ്ഥ. കാൽനട പ്രചരണ ജാഥയാണ്, കാൽനട പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. സമസ്ത മേഖലയും കൊള്ളയടിച്ച് ഇന്ന് അമ്പലങ്ങളും ദേവസ്വം ബോർഡും കൊള്ളയടിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ഈ നാട്ടിലെ ദേവസ്വം ബോർഡ് മിനിസ്റ്റർ VN വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെയും CPMന്റെയും ആവശ്യത്തെ കൂട്ടുകെട്ടിലൂടെ ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസത്തെ തച്ചു തീർക്കാൻ ശ്രമിക്കുന്ന LDF ഗവൺമെന്റിന്റെ വികസന വിരോധത്തിനെതിരെ തിരുവാർപ്പ് UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന വാഹന ഈ നാട്ടിൽ തുറന്നു കാട്ടിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഐക്യ ജനാധിപത്യ മുന്നണി തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഇടത് സർക്കാരിന് തെറ്റായ നടപടിക്കെതിരെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെ UDF ചെയർമാൻ ഗ്രേഷ്യസ് പോൾ നയിക്കുന്ന പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. അമ്പലങ്ങളും പള്ളികളും നിൽക്കുന്ന ഇടത് സർക്കാരിന്റെ തെറ്റായ നടപടിക്കെതിരെ നയിക്കുന്ന പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെയും അഴിമതിക്കെതിരെയും ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെതിരെയും ജനങ്ങളുടെ യാതൊരുവിധ അവകാശങ്ങളും യഥാസമയത്ത് നടത്തിക്കൊടുക്കാത്തതിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. UDF ചെയർമാൻ ഗ്രേഷ്യസ് പോൾ ക്യാപ്റ്റനായും CV തട്ടാമ്പറമ്പിൽ, ബിനു ചെങ്കളം, അജി കൊറ്റമ്പ്രം എന്നിവർ നയിക്കുന്ന പദയാത്രയാണ് ഈ വാഹനത്തിനായി സർക്കാരിന്റെ അഴിമതിക്കെതിരെയും സ്വർണ്ണ കൊള്ളക്കെതിരെയും പ്രതികരിച്ചുകൊണ്ട് തിരുവാർപ്പ് UDF കമ്മിറ്റി നടത്തപ്പെടുന്ന പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഫ്രണ്ടൊന്ന് ക്ലിയർ ആയിക്കോ, പ്രകടനമല്ല കേട്ടോ, പ്രകടനമല്ലേ ക്ലിയർ ആയിക്കോ.
UDFന്റെ പ്രിയ നേതാക്കന്മാരായ തൽഹത്ത് അയ്യങ്കോയിക്കൽ, അജി കൊറ്റമ്പടം, അജാസ് തച്ചാട്ട്, AK ജോസഫ് എന്നിവർ നയിക്കുന്ന മണ്ഡലം പദയാത്രയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. കടന്നു വന്ന വഴിത്താരകളിലൂടെ നൂറുകണക്കിന് ആളുകളുടെ സ്നേഹവും വിശ്വാസവും സ്വീകരണവും ഏറ്റുവാങ്ങിക്കൊണ്ട് മണ്ഡലത്തിന്റെ പ്രിയ നേതാക്കന്മാർ, ഏറെ ബഹുമാന്യായ നേതാവ് അഡ്വക്കേറ്റ് G. ഗോപകുമാർ പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് നയിക്കുന്ന ഈ മണ്ഡല പദയാത്രയ്ക്ക് നടന്നു വരുന്ന വഴിത്താരകളിലൂടെ നൂറുകണക്കിന് ആളുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് UDF പദയാത്ര കടന്നു വരികയാണ്. കൃത്യമായി മറുപടി പറയും എന്ന് ജനങ്ങൾ നൽകിയ ഉറപ്പ് വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് UDF തിരുവാർ മണ്ഡലം കമ്മിറ്റി നടത്തി വരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നത്. അമ്പലക്കൊള്ള നടത്തിയും ഖജനാവ് കൊള്ളയടിച്ചും ഈ നാടിനെ കട്ടുമുട്ടിക്കുന്ന CPMന്റെ BJPയുടെ അവിശുദ്ധ കൂട്ടുകെട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ UDFന്റെ പ്രിയ നേതാക്കന്മാരായ തൽഹത്ത് അയ്യങ്കോയിക്കൽ, അജാസ് തച്ചാട്ട്, സക്കീർ തെക്കപ്പള്ളി, വിജയൻ സുധിരയം, ബുഷാ തൽഹത്ത് എന്നിവർ നയിക്കുന്ന ഏറെ ബഹുമാനായ AK ജോസഫ് നയിക്കുന്ന ഈ പദയാത്രയ്ക്ക് നൽകി വരുന്ന സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് CPM BJP കൂട്ടുകെട്ടിനെ ഏത് വിധേനയും ഈ നാട്ടിൽ നിന്ന് തച്ചു തളർത്തുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ 25 ലക്ഷം രൂപയാണ്. അവിടെ CPMന്റെ പഞ്ചായത്ത് മെമ്പർമാർക്ക് കൂടുതൽ പണമോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് കുറച്ച് പണമോ ഒന്നുമില്ല. 6, 7, 8 വാർഡിലെ മെമ്പർക്ക് കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് ഓരോ വാർഡിലെയും കൊടുത്തതാണ് 5 ലക്ഷം രൂപ. അങ്ങനെ 5 വർഷം 25 ലക്ഷം രൂപ. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടല്ലാതെ ഏതെങ്കിലും ഫണ്ടുകൾ ഈ വാർഡിലേക്ക് വന്നിട്ടുണ്ടോ? ഞാൻ 2010, 2015 കാലത്തേക്ക് പോകുന്നു. ഏറെ പ്രിയപ്പെട്ട ഷജീന നൌഷാദും ഏറെ പ്രിയപ്പെട്ട സൈനബ ഹമീദുമായിരുന്നു ഈ വാർഡിലെ ജനപ്രതികൾ. 2010, 2011 ഞങ്ങൾ ആദ്യമായി ഇവിടെ കടന്നു വരുമ്പോൾ ഒരു വർഷം ഒരു വാർഡിലേക്ക് വന്ന ഫണ്ട് 1 ലക്ഷം രൂപയായിരുന്നു. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 2010-11 അതായത് 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർഡിലേക്ക് 1 ലക്ഷം രൂപയായിരുന്നെങ്കിൽ അത് 3, 4, 5 ആക്കി 2015, 2016 ശ്രീ ചെങ്ങണൻദേവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പ്രിയപ്പെട്ട ഷജീന നൌഷാദും സൈനാബ ഹമീദും ശ്രീ വഹീദ 6, 7, 8 വാർഡിലെ ജനപ്രതിയായ വേളയിൽ 2015, 2016 5 ലക്ഷം രൂപ വെച്ച് ഓരോ വാർഡിലേക്കും കൊടുക്കുവാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് 2015 കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോൾ 2025 ഓരോ വാർഡിലേക്കുള്ള ഫണ്ടാണ് 5 ലക്ഷം രൂപ. ഇവിടെ പാവപ്പെട്ട ജനങ്ങളുടെ വിശ്വാസത്തെ വാക്കുകളെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് UDF പദയാത്ര അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. ഈ UDF പദയാത്രയിൽ ഈ നാടിന്റെ മനോഹര പുത്രനായ UDFന്റെ പ്രിയ നേതാവ് അഡ്വക്കേറ്റ് G. ഗോപകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് മുന്നോട്ട് നയിക്കുന്ന ഈ പദയാത്രയിൽ ഈ നാടിന്റെ വികസന നായകൻ AK ജോസഫും ഈ നാടിന്റെ പ്രിയപ്പെട്ടതായ തൽഹത്ത് അയ്യങ്കോയിക്കലും ബുഷാ തൽഹത്തും അജാസ് തച്ചാട്ടും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിശ്വാസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് UDFന്റെ പദയാത്ര കടന്നു വരികയാണ്. ഈ തിരുവാർ പഞ്ചായത്ത് സാധാരണക്കാരായ ജനങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.
ഐക്യജനാധിപത്യ മുന്നണി UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന വികസന മുരടിപ്പിനെതിരെ, പഞ്ചായത്തിന്റെ വികസന വിരോധത്തിനെതിരെ, പഞ്ചായത്തിലെ സ്വജനപക്ഷപാതത്തിനെതിരെ, പഞ്ചായത്തിലെ നിഷ്ക്രിയത്തിനെതിരെ, നാട്ടുപുറത്തെ റോഡുകളും തോടുകളും പാലങ്ങളും പള്ളി ഹോസ്പിറ്റലുകളും സ്കൂളുകളും തച്ച് തകർന്നു കിടക്കുമ്പോൾ ഇതിനൊന്നിനും പരിഹാരമില്ലാതെ പൊള്ളയായ വാഗ്ദാനത്തിലൂടെ സാധാരണ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി ഈ നാടിനെ ഭരിച്ചു മുടിക്കുന്ന CPM, BJP, CPM കൂട്ടുകെട്ടുണ്ടാക്കതായ മറുപടി നൽകുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ പോലീസ് രാജിലൂടെ സാധാരണക്കാരന്റെ ശബ്ദത്തിനെ അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന CPM നേതാവ് പിണറായി വിജയന്റെ പോലീസ് രാജിനെതിരെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ വിശ്വാസത്തിനെടുത്തുകൊണ്ട്, വിശ്വാസത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് BJP, CPM അവിശുദ്ധ കൂട്ടുകെട്ടിനെ തച്ചു തകർക്കുമെന്ന് ഉറക്കെയുള്ള സാധാരണ ജനങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഇരുവാർപ്പിന്റെ ശ്രീ കേശേഷ് പോൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന UDFന്റെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പിനെതിരെ UDFന്റെ തിരുവാർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പദയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും, ഞങ്ങളുടെ സംസാരം ശ്രമിച്ച ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഒറ്റവാക്കി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF. യാത്ര ഇതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വികസനവും കരുതലുമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDFന്റെ പദയാത്ര കടന്നു വരികയാണ്. നാട്ടിലെ വാർഡുകളെല്ലാം വികസനമില്ലാതെ മുരടിച്ചു നിൽക്കുന്ന സാഹചര്യത്തില് ഈ നാട്ടിൽ വികസനം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് UDFന്റെ നേതാക്കന്മാരുടെ അകമ്പടിയോടെ ഇതാ ഗ്രേഷ്യസിന്റെ നേതൃത്വത്തില്, UDFന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തില് ഇതാ പദയാത്ര കടന്നു വരികയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ, നാട്ടിലെ ഗ്രാമങ്ങളിലെ വികസനം ാർത്തണിയിച്ചുകൊണ്ട് UDFന്റെ പദയാത്ര ഇതാ കടന്നു വരികയാണ്. 10 വർഷം പിന്നിട്ടപ്പോൾ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളും വികസനത്തിന് പുറകോട്ടടിച്ച ഈ കാലഘട്ടം ചരിത്രം സാക്ഷിയാക്കിക്കൊണ്ട് നാട്ടിൽ സമഗ്ര വികസനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നാടെല്ലാം വികസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതാ UDF നടത്തുന്ന പദയാത്ര ഇതായി വാഹനത്തിന്റെ ഈ പിന്നാലെ വാഹനത്തിന് പിന്നാലെ പദയാത്ര കടന്നു വരികയാണ്. വാഹനത്തിന് തൊട്ട് പിന്നാലെ പദയാത്ര കടന്നു വരികയാണ്. നാടിന്റെ സമഗ്ര വികസനവും പുരോഗതിയുമാണ് UDFന്റെ ലക്ഷ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിലെ 19 വാർഡിൽ വികസനമുണ്ടെന്നറിയാതെ ഉയർത്തി നിൽക്കുന്ന തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നയിച്ചു വരുന്ന മണ്ഡലം പദയാത്ര ഈ രാജവീതികളെ പുളകച്ചാർത്തണയിച്ചുകൊണ്ട് ഗ്രേഷ്യസ് പോളും അജി കൊറ്റമ്പടവും നയിക്കുന്ന മണ്ഡലം പദയാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് മണ്ഡലം കോൺഗ്രസിന്റെ, തിരുവാർപ്പ് മണ്ഡലം UDF നയിക്കുന്ന LDF സർക്കാരിന്റെ വികസന മുരടിപ്പിനെതിരെ, LDF സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, LDF സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിനെതിരെ തിരുവാർപ്പ് മണ്ഡലം UDF നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നത്. UDF മണ്ഡലം ചെയർമാൻ ഗ്രേഷ്യസ് പോളിന്റെയും അജി കൊറ്റമ്പടത്തിന്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്ന ഭരണ മുരടിപ്പിനെതിരെ, തിരുവാർപ്പ് പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഭരണ കെടുകാര്യസ്ഥതയ്ക്കെതിരെ UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ രാജവീതികളിലൂടെ കടന്നു വരുന്നത്.
കടന്നുപോന്ന വഴികളിൽ ലഭിച്ച സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് UDF അതിശക്തമായി നയിച്ചുകൊണ്ട് UDF പ്രമുഖരായ നേതാക്കന്മാർ അജി കൊച്ചമ്പടവും ഗ്രേഷ്യസ് പോളും നയിക്കുന്ന മണ്ഡലം പദയാത്ര കടന്നു വരികയാണ്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡുകളിലെ വികസനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീഥികളിലൂടെ കടന്നു വരുന്നത്. കടന്നു വന്ന വഴിത്താരകളിൽ നൂറുകണക്കിന് ആളുകളുടെ സ്നേഹോഷ്മളമായ നന്ദി പ്രകടനത്തിനും സഹകരണത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് സ്നേഹോഷ്മളമായ വാക്കുകൾ UDF-നൊപ്പം എന്ന വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെയും ബഹുജനത്തിന്റെയും ഒപ്പം UDF ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ തിരുവാർപ്പ് UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നത്. ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുമ്പോൾ ഈ യാത്രയെ നയിക്കുന്നത് ഈ യാത്രയില് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് അഡ്വക്കേറ്റ് G. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ മണ്ഡലം ചെയർമാൻ ശ്രീ ഗ്രേഷ്യസ് പോളിന് പതാക കൈമാറിക്കൊണ്ട് അജി കൊറ്റമ്പടവും നയിക്കുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീഥികളിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന മുരടിപ്പിനെതിരെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ UDF പഞ്ചായത്ത് അംഗങ്ങളോട് കാണിക്കുന്ന വികസന വിവേചനത്തിനെതിരെ നെല്ല് സംഭരണത്തിലെ അപാകതയ്ക്കെതിരെ വിലക്കയറ്റത്തിനെതിരെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന പദയാത്രയാണ് ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. ബഹുമാന്യനായ UDF-ന്റെ മണ്ഡലം ചെയർമാൻ ഗ്രേഷ്യസ് പോൾ, DCC-യുടെ ഏറ്റവും ബഹുമാന്യനായ സെക്രട്ടറി പ്രിയപ്പെട്ട ഗോപേട്ടൻ, മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ഏറ്റവും ബഹുമാന്യനായ അജി കൊറ്റമ്പാടം, UDF-ന്റെ നിയോജകമണ്ഡലം ചെയർമാൻ പ്രിയപ്പെട്ട ബിനു ചെങ്ങളം, മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഷമീർ വളയങ്കണ്ടം, തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പറും കോൺഗ്രസിൻ്റെ UDF-ൻ്റെയൊക്കെ സജീവ നേതാവുമായ റൂബി ചാക്കോ, മറ്റ് ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, ഈ സമ്മേളനത്തെ വീക്ഷിക്കുന്ന ഇല്ലിക്കൽ ജംഗ്ഷനിലെ ഏറ്റവും ബഹുമാന്യരായ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, LDF സർക്കാരിൻ്റെയും തിരുവാർപ്പ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും വികസന മുരടിപ്പിനെതിരെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും തിരുവാർപ്പ് മണ്ഡലം UDF ഇന്ന് രാവിലെ 8 മണിക്ക് ചെങ്ങളത്ത് നിന്ന് ആരംഭിച്ച പദയാത്രയാണ് ഈ ഇല്ലിക്കൽ ജംഗ്ഷനിൽ വന്നു നിൽക്കുന്നത്. കടന്നു വന്ന വഴികളിലൊക്കെയും ഈ ജാഥ പദയാത്ര ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളെ ഈ നാടിനൊരു മാറ്റമുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പദയാത്ര ഈ കൊടും വെയിലത്തും പ്രതികൂലമായ കാലാവസ്ഥയിലൂടെയും UDF-ന്റെ കർമ്മധീരന്മാരായ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പദയാത്രയിലൂടെ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് സംവദിക്കാനുള്ളത്, സംസാരിക്കുവാനുള്ളത്, ഈ നാട് ഭരിക്കുന്ന പിണറായി ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും
അഴിമതിയും സ്വജനപക്ഷപാതവും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന LDFന്റെ ദുർഭരണത്തിനെതിരെയും കെടുകാര്യസ്ഥതയ്ക്കും എതിരായ കാര്യങ്ങളാണ്. വരാനിരിക്കുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിനെ അതീവ ഗൗരവത്തോടുകൂടി ഒരു വിധിയെഴുത്താക്കി മാറ്റണമെന്നാണ് UDFന് ആദ്യം തന്നെ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കേണ്ടത്. ഒന്ന്, കഴിഞ്ഞ 9 വർഷക്കാലം അധികമായി ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ നാടിനെ നശിപ്പിക്കുന്ന ദുർഭരണത്തിനെതിരായി ഒരു താക്കീത് നൽകുക എന്നുള്ളത്. നോക്കൂ, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഈ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. കേരളത്തിന്റെ സമസ്ത മേഖലകളെയും നശിപ്പിച്ച് അഴിമതിയും കേടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതം കൊണ്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലുള്ള കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ഗവൺമെന്റാണ്, ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഇല്ലിക്കക്കവലയിൽ ഈ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ഭരണ സമയത്ത് എത്രയോ സമയങ്ങളിൽ UDF സമരങ്ങൾ നടത്തിയിരിക്കുന്നു. എത്രയോ വിഷയങ്ങളിൽ ഞങ്ങളിവിടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അവസാനം ഇവിടെ ഈ ഇല്ലിക്കൽ ജംഗ്ഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, പഞ്ചായത്തുകളുടെ വിഹിതം അട്ടിമറിച്ച, വെട്ടിക്കുറച്ച നടപടികൾക്കെതിരായിട്ടാണ് UDF ഇവിടെ സമരം ചെയ്തത്. ഈ കഴിഞ്ഞ കാലത്തെ ഭരണം പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ ഒരു മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് പരിശോധിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീരും ചോരയും വിയർപ്പുമാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സമസ്ത മേഖലയും ഈ ഗവൺമെന്റ് നശിപ്പിച്ചിരിക്കുന്നു. വിലക്കയറ്റം കൊണ്ട് ഈ മനുഷ്യന് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുന്നു. തൊഴിലില്ലായ്മ കൊണ്ട് ഈ നാട്ടിലെ യുവാക്കൾ ഈ നാട് വിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അധിക നികുതി കൊണ്ട്, നികുതി കൊള്ള കൊണ്ട് മനുഷ്യന്മാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നികുതി കൊള്ള നടത്തുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. സ്വന്തം മോനും മോൾക്കും കുടുംബത്തിനും മരുമോനും വേണ്ടി ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭരിച്ച് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചതിനു ശേഷം ആ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ ഒരു തൊട്ട് നാണയം പോലുമില്ല എന്ന് മനസ്സിലാക്കിയ ഈ കള്ളന്മാരിന്ന് നമ്മൾ ഏറ്റവും ആരാധനയോടുകൂടി കാണുന്ന കേരളത്തിന്റെ മതേതര പൈതൃകമായിട്ടുള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് ഈ കൊള്ളക്കാരും കള്ളന്മാരും മാറിയിരിക്കുകയാണ്. കേരളമൊട്ടാകെ ചർച്ച ചെയ്യുകയാണല്ലോ. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയേണ്ടതില്ലല്ലോ. സ്വർണ്ണപ്പാളികട്ട അല്ലെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ മതേതര വിശ്വാസ സമൂഹം മനസ്സിലാക്കിയിരിക്കുകയാണ്. വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന, നമ്മളെ ജീവിതത്തെ തകർക്കുന്ന, നമ്മളെ സമാധാനത്തെ തകർക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ജയിച്ചു പോയ നമ്മുടെ പ്രതിനിധിയായ MLA ആയ പിന്നീട് ദേവസ്വം മന്ത്രിയായ VN വാസവൻ എന്ന് പറയുന്ന ആ മന്ത്രിയെക്കുറിച്ച്, ഈ ശബരിമലയിലുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് ഈ കേരള ജനത വിചാരണ ചെയ്യുമ്പോൾ ഈ നാട്ടിലെ വോട്ടർമാരെന്ന നിലയ്ക്ക്, ഈ നാട്ടിലെ ജനങ്ങൾ എന്ന നിലയ്ക്ക് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ഓരോ മനുഷ്യനും തലകുനിച്ച് നാണം കെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം കൊള്ളക്കാരായ, ഇത്രത്തോളം കെടുകാര്യസ്ഥതയുള്ള മനുഷ്യന്മാരാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗവൺമെന്റിന് വേണ്ടിയുള്ള ഒരു താക്കീതായി, ആ ഗവൺമെന്റിനെതിരായ ഒരു വിധിയെഴുത്തായി ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ നാട്ടിലെ വോട്ടർമാരായ ജനാധിപത്യ വിശ്വാസികളോട് ആദ്യം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമതായി പറയുവാനുള്ളത്, നമ്മുടെ പഞ്ചായത്ത്, ആ പഞ്ചായത്ത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഭരിക്കുന്നത്. ആ ഭരണകൂടം ഈ നാട്ടിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തിയതാണ്.
ഇത്രയ്ക്ക് കടുകാര്യസ്ഥമായ ഒരു ദുർഭരണം ഈ തിരുവാർപ്പ് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അതേ രൂപത്തിൽ തന്നെ അതേ ഭാവത്തിൽ തന്നെ അവരുടെ ഒരു മിനി ഗവൺമെന്റായി ഈ നാട്ടിലെ പഞ്ചായത്ത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലെ വോട്ടർമാരായ ജനാധിപത്യ വിശ്വാസികളോട് വിളിച്ചു പറയുവാനുള്ളത്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ എന്ത് വികസനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഭരണകൂടം ഇവിടെ നടത്തിയത് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളോട് നടത്തണം. വാർഡുകളുടെ വികസനത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ദയനീയമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിരമ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തു വരുമ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പല വഴികളും തകർന്ന് തരിപ്പണമാക്കി ഒരു സൈക്കിളിന് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിങ്ങൾ ഓർക്കണം, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലെ ആ പാർട്ടി ഭരിക്കുന്ന തിരുവാർപ്പ് പഞ്ചായത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അടിസ്ഥാന വികസന രംഗത്ത് യാതൊരു മാറ്റവും വരുത്താതെ UDFന്റെ മെമ്പർമാരോട് വിവേചനം കാണിക്കുന്ന, ഈ ജനങ്ങളോട് നീതിപൂർവമായി പെരുമാറാത്ത ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ക്ഷമിക്കണം ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇന്ന് തിരുവാർപ്പ് പഞ്ചായത്തിൽ ഈ നാടിന്റെ വികസനം അല്ലെങ്കിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ പദയാത്രയിലൂടെ ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇല്ലിക്കൽ ജംഗ്ഷനിലാണ്. ഈ ഇല്ലിക്കലിലെ 9ാം വാർഡല്ലേ, 9ാം വാർഡ് കഴിഞ്ഞ 35 വർഷത്തിലധികമായി ചില ആളുകൾ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. 35 വർഷമായി ഈ വാർഡ് ഭരിക്കുന്നത് ഒരേ പാർട്ടിക്കാരാണ്, ഒരേ ആളുകളാണ്. ഈ 35 വർഷക്കാലത്തെ ഈ വാർഡിലെ ഈ ആളുകളുടെ ഭരണം പരിശോധിക്കുകയാണെങ്കിൽ വട്ടപൂജ്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ വാർഡിന്റെ പരിച്ഛേദമായ അല്ലെങ്കിൽ ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകളെ കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന് പരുത്തിയകം തോരണം റോഡ്. ഈ പരുത്തിയകം തോരണം റോഡിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? ഒരു മഴ പെയ്താൽ നാട്ടുകാർക്ക് വഞ്ചിയുമായി അല്ലെങ്കിൽ ബോട്ടുമായി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളത്. നമ്മളിവിടെ മലരിക്കൽ ടൂറിസം ഉണ്ട്. അവിടെ ആമ്പൽ വസന്തം ഉണ്ടായാൽ അവിടെ ബോട്ടുകൾ ഇറക്കും, അവിടെ പിന്നെ ടൂറിസം നടത്തും, അതുപോലെ വിവിധ മേഖലയിൽ നിന്ന് ആളുകൾ വരും എന്ന് പറഞ്ഞ പോലെ ഈ പരുത്തിയകം തോരണം റോഡിൽ മഴ പെയ്താൽ വഞ്ചി ഇറക്കേണ്ട ഒരു ബോട്ട് ഇറക്കേണ്ട സാഹചര്യത്തിലാണ് ആ റോഡിന്റെ അവസ്ഥ ഇന്ന്. ആ റോഡിന്റെ അവസ്ഥ മാറ്റാൻ ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ വാർഡിലെ മെമ്പർക്കോ അല്ലെങ്കിൽ ഭരണസമിതിക്കോ സാധിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് നമ്മുടെ ഇല്ലിക്കൽ പള്ളിയുടെ മുന്നിലൂടെ കിടക്കുന്ന പള്ളിക്കാരി അറുപറ റോഡ്. ആ റോഡിലൂടെയാണ് ഞാനിപ്പം യാത്ര ചെയ്തു വന്നത്. കുണ്ടും കുഴിയുമായി ഒരു മനുഷ്യന് സമാധാനപരമായി യാത്ര ചെയ്യാൻ പറ്റാത്ത, ഒരു കുട്ടിക്ക് സൈക്കിൾ പോലും ഓടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തകർന്ന് തരിപ്പണമായി കോട്ടയം ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട റോഡ് കാണാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. ഈ പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? ഇടതുപക്ഷമാണ്. ഈ MLA വാർഡ് ഈ നിയോജകമണ്ഡലം ഭരിക്കുന്നത് ആരാണ്? മന്ത്രി വാസവനാണ്. ഈ വാർഡ് ആരാണ് ഭരിക്കുന്നത്? ഇടതുപക്ഷമാണ്. ഇത്ര അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഈ ഇല്ലിക്കലെ 2 പ്രധാനപ്പെട്ട റോഡുകള് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി തയ്യാറാക്കാൻ അല്ലെങ്കിൽ അത് സംരക്ഷിക്കാൻ, അത് ടാർ ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കാൻ സാധിക്കാത്ത മനുഷ്യർ ഇനിയും നിങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചു വന്നാൽ അവരെ ആട്ടിപ്പായിക്കണമെന്നാണ് ഈ ഇല്ലിക്കലെ ഓരോ വോട്ടർമാരോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇത് പഴയ കാലമല്ല, ആരുടെയും കുത്തകയല്ല ഒരു വാർഡുകളും അല്ലെങ്കിൽ ഒരു പഞ്ചായത്തുകളും. ഈ നാടിന് ആര് ഉപകാരം ചെയ്യുന്നോ, ആര് സഹായിക്കുന്നോ, ഈ നാട്ടിലെ ജനങ്ങളെ ആര് പരിഗണിക്കുന്നോ അവർക്കായിരിക്കണം നമ്മുടെ വോട്ട് നൽകാനുള്ളത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 35 വർഷക്കാലമായി ഈ വാർഡ് ഭരിക്കുന്നവരെ നമ്മൾ പരിശോധിക്കണം. അവർ നടത്തിയ വികസനങ്ങളെ നമ്മൾ കണക്കെടുക്കണം.
അടിസ്ഥാന വികസന രംഗത്ത് ഒരു വാർഡ് സംരക്ഷിക്കുക എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ നാട്ടിലെ ഈ വാർഡിലെ റോഡുകളിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പരാജയപ്പെട്ട ഒരു ഭരണകൂടമാണ് ഈ നാട്ടിലുള്ളത് എന്ന്. അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ്. ഈ വാർഡിലും ഈ പഞ്ചായത്തിലും ഒരു മാറ്റം സംഭവിക്കുക എന്നുള്ളത് ഈ നാടിന്റെ വികസനത്തിന് ആവശ്യമാണ്. ഞങ്ങൾ ഉറപ്പോടുകൂടി അഭിമാനത്തോടുകൂടി എല്ലാവിധ ഉത്തരവാദിത്തത്തോടും കൂടി പറയുകയാണ്, UDF അധികാരത്തിൽ വന്നാൽ തിരുവാർപ്പിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള ഒരു വികസനം മാത്രം അജണ്ടയാക്കി വെക്കുന്ന ഒരു ഭരണസമിതി ആയിരിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പിന്തുണയ്ക്കണം. ഈ പദയാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി ഈ നാട്ടിലെ എല്ലാ വോട്ടർമാരും നിലകൊള്ളണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF. UDF മണ്ഡലം കമ്മിറ്റി നടത്തി വരുന്ന മണ്ഡലം പദയാത്ര തിരുവാർപ്പ് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. UDF മണ്ഡലം കമ്മിറ്റി നടത്തി വരുന്ന മണ്ഡലം പദയാത്ര ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ശബരിമല ദേവസ്വത്തിന്റെ സ്വർണ്ണ കൊള്ളയ്ക്കെതിരെ LDF സർക്കാർ നടത്തിവരുന്ന ഭരണവിരുദ്ധ കേടുകാര്യസ്ഥ കൊള്ളയ്ക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വീകരണങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവര് നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരുവാർപ്പിലെ പ്രമുഖനായ നേതാവ് അഡ്വക്കേറ്റ് G. ഗോപകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഈ പദയാത്ര നടന്നു വരികയാണ്. ഈ പദയാത്രയുടെ ഗ്രാമപഞ്ചായത്തില് വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡിലെ വികസനങ്ങൾ മുരടിപ്പിക്കുന്നതിനെതിരെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ സ്വർണ്ണ കൊള്ളയ്ക്കെതിരെ UDF പഞ്ചായത്ത് അംഗങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ ഈ നാട്ടിലെ സമസ്ത മേഖലയിലെ കെടുകാര്യസ്ഥത നിറഞ്ഞ UDF ഭരണത്തിനെതിരെ പ്രതികരിക്കും എന്ന സാധാരണക്കാരായ ജനങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒപ്പം UDFും ഇവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങളായ UDF അംഗങ്ങളും UDFും ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി വർത്തമാനം പറയും എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നിടം വരെയും ഈ സമരം തുടരും എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം ഇതും മുന്നോട്ട് തുടരും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ തിരുവാർപ്പിലെ പ്രമുഖരായ UDFന്റെ നേതാക്കൾ നയിച്ചു വരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോട് സംവദിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അവരുടെ ഒപ്പം UDF ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കടന്നു വന്ന നൂറുകണക്കിന് ആളുകളുടെ സ്നേഹോഷ്മളമായ സ്വീകരണം വരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പിലെ പഞ്ചായത്ത് ഭരണാധികാരികൾ നടത്തിവരുന്ന സ്വജനപക്ഷപാതവും വികസന വിരോധവും കെടുകാര്യസ്ഥതയും സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് UDF മണ്ഡലം കമ്മിറ്റി നടത്തി വരുന്ന പദയാത്ര തിരുവാർപ്പിന്റെ പഞ്ചായത്ത് തല പഞ്ചായത്ത് മേഖലകളിൽ പൊട്ടിത്തകർന്നു കിടക്കുന്ന വഴിയിലെയും തിരുവാർപ്പിന്റെ സർക്കാർ സ്ഥാപനങ്ങളായ
സ്കൂളുകളും LP സ്കൂളുകളുടെയും ശോചനീയാവസ്ഥയും ഹെൽത്ത് സെന്ററിന്റെ പരിതാപകരമായ അവസ്ഥയും സാധാരണ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ നടത്തിവരുന്ന പൊള്ളയായ വാഗ്ദാനങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് കോൺഗ്രസിന്റെ UDFന്റെ സമുന്നതരായ നേതാക്കൾ നയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുമ്പോൾ നൂറുകണക്കിന് സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിന് മറുപടി നൽകിക്കൊണ്ട് UDF എന്നും സാധാരണക്കാരന്റെ ഒപ്പം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരുവാർപ്പ് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡിലെ വികസനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന UDFന്റെ സമുന്നതരായ നേതാക്കന്മാർ ഗ്രേഷ്യസ് പോള്, അജി കൊറ്റമ്പടം, സോണി മണിയാങ്കേരി, ബോബി മണലിൽ, വർക്കിച്ചൻ മുതലായ നേതാക്കന്മാർ നയിച്ചു വരുന്ന ഈ മണ്ഡലം പദയാത്രയെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ ഏറ്റെടുത്തതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ നല്ല സ്വീകരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ നമുക്ക് സമ്മാനിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ UDFന് ഒന്നേ തെളിയിച്ചിരിക്കുകയാണ്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. UDF പഞ്ചായത്ത് തങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ, നെല്ല് സംഭരണത്തിലെ അപാകതയ്ക്കെതിരെ UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡുകളിലെ വികസനം മുരടിപ്പിച്ചതിനെതിരെ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ദ്വാരപാലകരുടെ സ്വർണപ്പാളി അടിച്ചു മാറ്റിയ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയ്യപ്പന് ചാർത്തുന്ന രുദ്രാക്ഷമാല അയ്യപ്പന്റെ യോഗദണ്ഡ് അയ്യപ്പന്റെ സ്വർണ്ണപീഠം എന്നിവ അടിച്ചു മാറ്റി ഈ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ചെയ്യുന്ന കെടുകാര്യസ്ഥതയും പിടിപ്പുകേടിനുമെതിരെ തിരുവാർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ തെരുവിലൂടെ കടന്നു വരുന്നത്. UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ രാജവീതികളെ പുളകച്ചാർ തണയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ദ്വാരപാലകരെ അടിച്ചുമാറ്റിയ, അയ്യപ്പന്റെ സ്വർണ്ണപീഠം അടിച്ചുമാറ്റിയ, അയ്യപ്പന്റെ യോഗദണ്ഡ് അടിച്ചുമാറ്റിയ, അയ്യപ്പന് ചാർത്തുന്ന രുദ്രാക്ഷമാല അടിച്ചുമാറ്റിയ ഇവിടുത്തെ ദേവസ്വം ഭരണാധികാരികളെയും ദേവസ്വം പ്രസിഡന്റിനെയും ദേവസ്വം മന്ത്രിയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും എന്തിനാണ് എന്ന് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. ഈ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പ് UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന UDF പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ സാധാരണ ജനങ്ങളുടെ വിശ്വാസവും സാധാരണ ജനങ്ങളുടെ വാക്കുകളും വിശ്വസിച്ചുകൊണ്ട് തിരുവാർപ്പിലെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നത്. UDFന്റെ സമുന്നതരായ നേതാക്കന്മാർ
അഡ്വക്കേറ്റ് ജി ഗോപകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് UDFന്റെ സമുന്നതരായ നേതാക്കന്മാർ ഗ്രേഷ്യസ് പോളും അജി കൊറ്റമ്പടവും സോണി മണിയാങ്കരിയും VA വർക്കിയും ബോബി മണലിലും നയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം പദയാത്ര ഈ രാജവീതിയിലൂടെ കടന്നു വരികയാണ്. സാധാരണ ജനങ്ങളുടെ അഭിപ്രായവും അവരുടെ ആഗ്രഹവും നേരിട്ട് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞ തെരുവിൽ നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശനം നടത്തിക്കൊണ്ട് UDFന്റെ സമുന്നതരായ നേതാക്കന്മാർ നയിച്ചു വരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ തിരുവാർപ്പ് UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. UDFന്റെ സമുന്നതരായ നേതാക്കന്മാർ നയിക്കുന്ന മണ്ഡലം പദയാത്ര ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ദ്വാരപാലകരെ അടിച്ചുമാറ്റിയ, അയ്യപ്പന്റെ സ്വർണ്ണപീഠം അടിച്ചുമാറ്റിയ, അയ്യപ്പന്റെ യോഗദണ്ഡ് അടിച്ചുമാറ്റിയ, അയ്യപ്പന്റെ സ്വർണ്ണ പീഠം അടിച്ചുമാറ്റിയ, അയ്യപ്പന്റെ രുദ്രാക്ഷ മാല അടിച്ചുമാറ്റിയ, ദേവസ്വം ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും എന്തിനാണെന്ന് ചോദിക്കുന്ന സാധാരണ ജനങ്ങളുടെ വാക്കുകളെ തിരുവാർപ്പിന്റെ UDF പ്രവർത്തകർ ഈ നാടിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ശബരിമല ശ്രീധർമ്മശാസ്താവിനെ സംരക്ഷിക്കുവാൻ കഴിയാത്ത, ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയാത്ത ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശബരിമല ശ്രീധർമ്മശാസ്താവിനെയും ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കാൻ കഴിയാത്ത വെറും വാക്കുകൾ നടത്തി, പ്രഹസനങ്ങൾ നടത്തി ഈ നാട്ടിലൂടെ കടന്നു വരുന്ന ദേവസ്വം മന്ത്രിയും ദേവസ്വം അധികാരികളെയും രാജിവെപ്പിക്കുന്നിടം വരെയും ഈ സമരം തുടരുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് UDFന്റെ തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. കടന്നു പോകുന്ന വഴിത്താരകളിൽ നൂറുകണക്കിന് ആളുകളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവർക്ക് ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഒപ്പം UDF ഉണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടുത്തെ LDFന്റെ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ എന്നും UDF ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം ജനങ്ങളിൽ നൽകിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരനൊപ്പം, ഈ നാട്ടിലെ പാവപ്പെട്ടവനൊപ്പം, പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്കൊപ്പം UDF ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അവർ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് UDFന്റെ തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. ശബരിമല ശ്രീധർമ്മശാസ്താവിനെയും വൈക്കത്തപ്പനെയും ഏറ്റുമാനൂരപ്പനെയും കൊള്ളയടിച്ചുകൊണ്ട് ഏറ്റുമാനൂരപ്പന്റെയും വൈക്കത്തപ്പന്റെയും ശ്രീധർമ്മശാസ്താവിന്റെയും മുതലുകൾ കൊള്ളയടിച്ച് സ്വജനപക്ഷപാതത്തോടുകൂടി ഈ നാടിനെ ഭരിച്ചു മുടിക്കുന്ന LDF സർക്കാരിനെ രാജിവെപ്പിക്കും വരെ ഈ സമരം തുടരുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നത്. എന്നും സാധാരണ ജനത്തിനൊപ്പം UDF ഉണ്ടാകും എന്ന് ഉറച്ച് നൽകിക്കൊണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, നടക്കുന്ന പ്രവർത്തികളാണ് UDFനെന്നും മുദ്രാവാക്യമെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളൊപ്പം UDF ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് സാധാരണ ജനങ്ങൾ നൽകിയ സ്വീകരണങ്ങൾക്ക്, അവരുടെ സ്നേഹോഷ്മളമായ നന്ദി പ്രകടനങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ദ്വാരപാലകരെ അടിച്ചുമാറ്റിയ, അയ്യപ്പന്റെ സ്വർണ്ണപീഠവും യോഗദണ്ഡും രുദ്രാക്ഷമാലയും അടിച്ചുമാറ്റിയ, ദേവസ്വം ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും എന്തിനാണെന്ന് ചോദിക്കുന്ന സാധാരണക്കാരന്റെ വാക്കുകൾ
UDF ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. UDFന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സാധാരണക്കാരനും പാവപ്പെട്ടവനും ഒപ്പം എന്ന് അറിയിച്ചുകൊണ്ട് സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും വാക്കുകളായിക്കൊണ്ട് അവരോടൊപ്പം ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവാർപ്പിന്റെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പിന്റെ പ്രിയ നേതാവ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്ത് UDFന്റെ പ്രിയ നേതാവ് ഗ്രേഷ്യസ് പോളിന് പതാക കൈമാറി രാവിലെ ഈ തിരുവാർപ്പിന്റെ മണ്ണിലൂടെ കടന്നു വരുമ്പോൾ നൂറുകണക്കിന് ആളുകളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് UDF എന്നും ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് വാഗ്ദാനം നൽകിക്കൊണ്ട് കഴിഞ്ഞു വരുന്ന ത്രിതല പഞ്ചായത്തിൽ ഈ തരം കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിക്കുമെന്ന വാക്കുകൾ കേട്ടുകൊണ്ട് അവർക്കൊപ്പം എന്നും സാധാരണക്കാരോടൊപ്പം UDF ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് തിരുവാർപ്പ് കോൺഗ്രസ് തിരുവാർപ്പ് മണ്ഡലം UDF കമ്മിറ്റി നടത്തി വരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ച LDFന്റെ ഭരണാധികാരികൾക്കെതിരെ വാർഡുകളിലെ മെമ്പർമാർക്ക് കൃത്യമായ വിഹിതം നൽകാതെ സ്വജനപക്ഷപാതത്തോടുകൂടി പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഭരണാധികാരികൾക്കെതിരെ UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ദ്വാരപാലകരെ അടിച്ചു മാറ്റിയ അയ്യപ്പന്റെ സ്വർണ്ണപീഠവും അയ്യപ്പന്റെ യോഗദണ്ഡും അയ്യപ്പന് ചാർത്തുന്ന രുദ്രാക്ഷമാലയും അടിച്ചു മാറ്റിയ ഇവിടുത്തെ ദേവസ്വം ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒരു ദേവസ്വം മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും പിരിച്ചുവിടുന്നിടം വരെയും ഈ സമരം തുടരും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവാർപ്പിന്റെ മണ്ണിലൂടെ രാവിലെ തിരുവാർപ്പിന്റെ പ്രിയ നേതാവ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്ത് ആരംഭിച്ച ഈ മണ്ഡലം പദയാത്ര ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരികയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം UDF ഉണ്ടാകുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾ നടത്തിവരുന്ന കെടുകാര്യസ്ഥതയ്ക്കെതിരെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി ഈ ജനങ്ങളിൽ എത്തിക്കുന്നത്. സാധാരണക്കാരന്റെ ജനങ്ങളുടെ വാക്കിലും വിശ്വാസത്തിലും സാധാരണ ജനങ്ങളുടെ ഒപ്പം എന്നും എപ്പോഴും തിരുവാർപ്പ് UDF മണ്ഡലം കമ്മിറ്റി ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അവർ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരുവാർപ്പിന്റെ ഗ്രാമവീതികളിലൂടെ കടന്നു വരുമ്പോൾ നൂറുകണക്കിന് ആളുകളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരുവാർപ്പ് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ തിരുവാർപ്പ് പഞ്ചായത്തിലെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ തിരുവാർപ്പ് പഞ്ചായത്തിലെ സ്വജനപക്ഷപാതത്തിനെതിരെ UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പിന്റെ ഹെൽത്ത് സെന്ററിന്റെയും തിരുവാർപ്പിലെ UP സ്കൂളിന്റെയും തിരുവാർപ്പ് ഹെൽത്ത് സെന്ററിന്റെയും തിരുവാർപ്പ് UP സ്കൂളിന്റെയും പരിതാപകരമായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജനങ്ങളുടെ ഒപ്പം അവരുടെ വാക്കായി പ്രവൃത്തിയായി എന്നും UDF ഉണ്ടാകുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏതു നിമിഷവും നിലംപുത്താവുന്ന തിരുവാർപ്പിന്റെ ഹെൽത്ത് സെന്ററും പാതി വഴിയിൽ പ്രവർത്തനങ്ങൾ നിലച്ചു നിൽക്കുന്ന തിരുവാർപ്പ് UP സ്കൂളിന്റെ പ്രവർത്തനത്തിനും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ഒപ്പം എന്നും എപ്പോഴും UDF ഉണ്ടാകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്
ഈ നാട്ടിലെ ജനങ്ങളുടെ വാക്കായും അവരുടെ സഹപ്രവർത്തകരായും എന്നും എപ്പോഴും അവർക്ക് വേണ്ടി വർത്തമാനം പറയുവാൻ UDF ഉണ്ടാകുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്കെതിരെ UDF പഞ്ചായത്ത് അംഗങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പ് UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങള് മുരടിപ്പിച്ചുകൊണ്ട് ഏകപക്ഷീയമായി സ്വജനപക്ഷപാതത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന തിരുവാർപ്പ് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, കെടുകാര്യസ്ഥതയ്ക്കെതിരെ തിരുവാർപ്പ് ഗ്രാമവീതിയിലൂടെ UDF പദയാത്ര കടന്നു വന്ന വഴിത്താരകളിൽ നൂറുകണക്കിന് ആളുകളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് UDFന്റെ സമുന്നതരായ നേതാക്കന്മാർ നയിച്ചു വരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെ തിരുവാർപ്പ് മണ്ഡലം UDF കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെ, കെടുകാര്യസ്ഥതയ്ക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന UP സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതു നിമിഷവും നിലം പൊത്താവുന്ന തിരുവാർപ്പിന്റെ ഹെൽത്ത് സെന്റർ അവിടുന്ന് മാറ്റി പുതിയ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പിന്റെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന UDF പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. പാതി വഴിയിൽ നിൽക്കുന്ന തിരുവാർപ്പിന്റെ ഗവൺമെന്റ് സ്കൂളുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് പരിഹരിക്കുന്നിടം വരെയും UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി സമരമുഖത്തുണ്ടാകും എന്ന് സാധാരണ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എന്നും എക്കാലവും സാധാരണക്കാരന്റെ വാക്കായി പ്രവർത്തിയായി എന്നും കൂട്ടത്തിലുണ്ടാകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവാർപ്പിന്റെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ കഴിഞ്ഞ 10 വർഷമായി തിരുവാർപ്പിലെ LDF സർക്കാർ നടത്തിവരുന്ന വികസന വിരോധത്തിനെതിരെ, വികസന മുരടിപ്പിനെതിരെ നടത്തിവരുന്ന UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ, ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്കെതിരെ, UDF പഞ്ചായത്ത് അംഗങ്ങളോട് കാണിക്കുന്ന സ്വജനപക്ഷപാതത്തിനെതിരെ, പഞ്ചായത്ത് അംഗങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ, നെല്ല് സംഭരണത്തിന് അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ, ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തി സ്വന്തം പോക്കറ്റ് കീശയിൽ വീർപ്പിക്കുന്ന സ്വജനപക്ഷപാതികളായ ഭരണാധികാരികൾക്കെതിരെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പിന്റെ ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെ തിരുവാർപ്പിൽ ഏത് നിമിഷവും നിലം പൊത്താവുന്ന ഹെൽത്ത് സെന്റർ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പിന്റെ മുടങ്ങിക്കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഗവൺമെന്റ് UP സ്കൂളിന്റെയും ചെങ്ങള ഗവൺമെന്റ് സ്കൂളിന്റെയും മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും സാധാരണക്കാരനും പാവപ്പെട്ടവനും
നെൽകർഷകനുമായ നെൽകർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, നെല്ല് സംഭരിച്ചാൽ ഉടൻ അതിന്റെ പൈസ തിരികെ കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നും എക്കാലവും സാധാരണക്കാരന്റെ ശബ്ദമായി മാറിയ തിരുവാർപ്പിന്റെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. UDFന്റെ സമുന്നതരായ നേതാക്കന്മാർ നയിക്കുന്ന ഈ മണ്ഡലം പദയാത്ര UDFന്റെ പ്രിയ നേതാവ് അഡ്വക്കേറ്റ് G. ഗോപകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട്, UDFന്റെ പ്രമുഖരായ നേതാവ് ഗ്രേഷ്യസ് പോൾ നയിക്കുന്ന, അജി കൊറ്റമ്പടം നയിക്കുന്ന, VA വർക്കി നയിക്കുന്ന ഈ പദയാത്ര കടന്നു വന്ന വഴിത്താരയിലൂടെ നൂറുകണക്കിന് ആളുകളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം എന്നും എക്കാലവും അവരുടെ വാക്കായി പ്രവൃത്തിയായി അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. ശബരിമല ശ്രീധർമ്മ ശാസ്താവിന്റെ ദ്വാരപാലകരെ അടിച്ചു മാറ്റിയ അയ്യപ്പന്റെ യോഗദണ്ഡും അയ്യപ്പന്റെ സ്വർണ്ണപീഠവും അയ്യപ്പന്റെ രുദ്രാക്ഷമാലയും അടിച്ചു മാറ്റിയ ഇവിടുത്തെ ദേവസ്വം ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും എന്തിനെന്ന് ചോദിക്കുന്ന ജനങ്ങളുടെ വാക്കായി എന്നും എക്കാലവും ജനങ്ങൾക്കൊപ്പം UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി. ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ മുടങ്ങിക്കിടക്കുന്ന UP സ്കൂളിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏത് നിമിഷവും നിലം പൊത്താറായി കിടക്കുന്ന തിരുവാർപ്പിന്റെ ഹെൽത്ത് സെന്റർ മാറ്റി സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതോപാധിയായ നെൽ കർഷക മേഖലയിൽ ഉണ്ടാകുന്ന അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സാധാരണ ജനങ്ങളുടെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക വിരോധികളായ LDF സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ സമുന്നതരായ നേതാക്കൾ നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. UDFന്റെ സമുന്നതരായ നേതാക്കന്മാർ തുടങ്ങിവെച്ച ഈ മണ്ഡലം പദയാത്ര ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുമ്പോൾ നൂറുകണക്കിന് ആളുകളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരോടൊപ്പം എന്നും എക്കാലവും തിരുവാർപ്പിന്റെ UDF ഉണ്ടാകുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷക തൊഴിലാളികളുടെ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പിന്റെ UP സ്കൂളിന്റെ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പ് ഹെൽത്ത് സെന്റർ ഏതു സമയം നിലംപൊത്താറായി നിൽക്കുന്ന തിരുവാർപ്പ് ഹെൽത്ത് സെന്റർ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പിന്റെ സാധാരണക്കാരായ ജനങ്ങളുടെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെൽ സംഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം എന്നും എക്കാലവും UDF ഉണ്ടാകുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരുവാർപ്പിന്റെ UDF മണ്ഡലം കമ്മിറ്റി നയിക്കുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. സാധാരണക്കാരന്റെ ജീവിതോപാധിയായ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയാത്ത LDF സർക്കാർ കർഷകനെ മറന്നുകൊണ്ടുള്ള LDF സർക്കാരിന്റെ വികസന വിരോധത്തിനെതിരെ LDF സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിനെതിരെ തിരുവാർപ്പിലെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്.
തിരുവാർപ്പ് യു പി സ്കൂൾ കഴിഞ്ഞ 3 വർഷമായി മുടങ്ങിക്കിടക്കുന്ന തിരുവാർപ്പ് യു പി സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിച്ച് ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരും പഠിക്കുന്ന തിരുവാർപ്പ് യു പി സ്കൂളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കുട്ടികൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പിന്റെ ആരോഗ്യ മേഖലയില് അവസാന വാക്കായ തിരുവാർപ്പ് ഹെൽത്ത് സെന്റർ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പ് മേഖലയിലെ നെൽകർഷകരുടെ സാധാരണക്കാരായ നെല്ല് കർഷക തൊഴിലാളികളുടെ ജീവിത മാർഗത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെല്ല് സംഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പ് UDF കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പിന്റെ പ്രമുഖനായ ഏറ്റുമാനൂരിന്റെ പ്രമുഖനായ MLA-യും മന്ത്രിയുമായ വി എൻ വാസവന്റെ വികസന സങ്കല്പങ്ങളാണോ ഇവിടുത്തെ UP സ്കൂളെന്നും ഇവിടുത്തെ തിരുവാർപ്പ് പഞ്ചായത്ത് തിരുവാർപ്പ് മേഖലയിലെ വികസന മുരടിപ്പിനെതിരെ തിരുവാർപ്പ് UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് അംബേദ്കർ കോളനിയും മാധവശ്ശേരി കോളനിയും സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന അംബേദ്കർ കോളനിയിലെയും മാധവശ്ശേരി കോളനിയിലെയും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടുന്ന യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താതെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി പിന്നെയും അധികാരത്തിലേറുന്ന LDF സർക്കാരിനെ നിലംപരിശാക്കുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് നിർമ്മാണത്തിലുള്ള അപാകത മൂലം ഈ സാധാരണക്കാരായ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ വിനോദോപാധിയായ തിരുവാർപ്പ് ക്ഷേത്ര മൈതാനിയിലുള്ള വോളിബോൾ കോർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിലൂടെ സാധാരണക്കാരായ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കായിക മാമാങ്കം തച്ചു തകർത്ത തിരുവാർപ്പ് ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഈ നാട്ടിലെ ഏറ്റവും വലിയ വികസന സ്വപ്നമായിരുന്ന കൊച്ചമ്പലം അട്ടിപ്പീടിയ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ മുരടിപ്പിച്ചതിനെതിരെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം എന്നും എക്കാലവും കോൺഗ്രസ് UDF മണ്ഡലം കമ്മിറ്റി എന്നും ഉണ്ടാകുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവാർപ്പ് നെൽകർഷകരുടെ സാധാരണക്കാരായ കർഷക തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എന്നും എക്കാലവും UDF മണ്ഡലം കമ്മിറ്റി ഉണ്ടാകുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്കെതിരെ UDF അംഗങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ നെല്ല് സംഭരണത്തിലെ അപാകതയ്ക്കെതിരെ വിലക്കയറ്റത്തിനെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ UDF തിരുവാർപ്പ് മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ദ്വാരപാലകരെ അടിച്ചുമാറ്റി അയ്യപ്പന്റെ സ്വർണ്ണപീഠവും യോഗദണ്ഡവും രുദ്രാക്ഷമാലയും അടിച്ചുമാറ്റിയ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പിന്റെ UDF പ്രവർത്തകർ നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്.
സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത മാർഗമായ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെൽ സംഭരണം കൃത്യമായി സംഭരിക്കുകയും കൃത്യമായി അവർക്ക് അതിന്റെ കൂലിയും വേതനവും വിലയും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുവാർപ്പിന്റെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ വിനോദോപാധിയായ ക്ഷേത്ര മൈതാനിയിലെ വോളിബോൾ കോർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പിലെ കൊച്ചമ്പലം അട്ടിപ്പീടിയ റോഡിന്റെ നിർമ്മാണം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ അധിവസിക്കുന്ന മാധവശ്ശേരി കോളനിയിലെയും താമരശ്ശേരി കോളനിയിലെയും നിവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പിലെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. നെല്ല് സംഭരിച്ചാൽ 6 മാസം കഴിഞ്ഞാലും നെല്ലിന്റെ വില നൽകാതെ സാധാരണക്കാരായ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ ദ്രോഹിക്കുന്ന LDF സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പിന്റെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. തിരുവാർപ്പിന്റെ ആരോഗ്യ മേഖലയിൽ അവസ്ഥാന വാക്കായ തിരുവാർപ്പ് ഗവൺമെന്റ് ഹെൽത്ത് സെന്റർ ഏത് സമയം ഇടിഞ്ഞു വീഴാറായ ഹെൽത്ത് സെന്റർ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പ് സാധാരണക്കാരായ കുട്ടികളുടെ ആശ്രയമായ തിരുവാർപ്പ് UP സ്കൂളിന്റെ നിർമ്മാണം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചമ്പലം അട്ടിപ്പീടിയ റോഡ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നും എക്കാലവും തിരുവാർപ്പ് UDF മണ്ഡലം കമ്മിറ്റിയും UDF-ഉം സാധാരണക്കാരനൊപ്പം ഉണ്ടാകുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവാർപ്പ് UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. 100 കണക്കിന് ആളുകളുടെ സ്നേഹോഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെ പൊള്ളയായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് വോട്ട് നൽകിയതിൽ പരിതപിച്ചുകൊണ്ട് ഈ വരുന്ന ഇലക്ഷനുകളിൽ അവർ ഇതിന് മറുപടി നൽകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം എന്നും എക്കാലവും UDF ഉണ്ടാകുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന് വികസന മുരടിപ്പിനെതിരെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചതിനെതിരെ ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്കെതിരെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പ് UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ദ്വാരപാലകരെ അടിച്ചുമാറ്റിയ, ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണപീഠം അടിച്ചുമാറ്റിയ, യോഗദണ്ഡ് അടിച്ചുമാറ്റിയ, രുദ്രാക്ഷമാല അടിച്ചുമാറ്റിയ, ഇവിടുത്തെ ദേവസ്വം ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പിന്റെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വരുന്നത്. ദേവസ്വം ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും രാജിവെക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദേവസ്വം ക്ഷേത്രങ്ങളെയും ദേവനെയും സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പ് അട്ടിപ്പീടിയ കൊച്ചമ്പലം അട്ടിപ്പീടിയ റോഡിന് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പ് UP സ്കൂളിന്റെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവാർപ്പിന്റെ സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ വിനോദോപാധിയായ വോളിബോൾ കോർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവാർപ്പിന്റെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന
ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന താമരശ്ശേരി കോളനിയിലെയും മാധവശ്ശേരി കോളനിയിലെയും സാധാരണ ജനങ്ങളുടെ പരിതാപകരമായ ജീവിതം നേരിൽ കണ്ട് മനസ്സിലാക്കിയ UDF എന്നും അവരുടെ ഒപ്പം ഉണ്ടാകുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഓടിയൊളിക്കുന്ന LDF സർക്കാരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ UDF ഗവൺമെന്റ് നടത്തിവരുന്ന മണ്ഡലം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം എന്നും എക്കാലവും UDF ഉണ്ടാകുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശബരിമല ശ്രീധർമ്മശാസ്താവിനെ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന മണ്ഡലം പദയാത്രയാണ് ഈ ഗ്രാമവീതിയിലൂടെ കടന്നു വന്നിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളുടെ